പോലീസിന്റെ ക്രൂരമുഖം വീണ്ടും. നഗരൂരിൽ എസ്ഐ ഉൾപ്പെടെയുള്ള സംഘം വീട് കയറി ആക്രമിച്ചെന്ന് ആരോപണം. 17-കാരിയുടെ തലമുടയ്ക്ക് കുത്തിപ്പിടിക്കാനും കാല് ചവിട്ടി ഓടിക്കാനും പോലീസിന് അധികാരമുണ്ടോ? കാലിന് പരിക്കേറ്റ 17-കാരിയുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പുതിയ വിവരം. കേരള പോലീസ് സൗഹൃദം പങ്കിട്ട് ഫേസ്ബുക്കിലൂടെ ലക്ഷങ്ങൾ ഫോളോവേഴ്സാക്കി ലോകത്തിന് തന്നെ മാതൃകയായി മാറുമ്പോൾ മീശ ചുരുട്ടിയും ചീത്ത വിളിച്ചും വന്നിരുന്ന നിക്കറിട്ട പോലീസിന്റെ അക്രമവാസനകൾക്ക് അറുതിയില്ലേ എന്ന് സംശയം വന്നുപോകും. നഗരൂരിൽ ASI ഉൾപ്പെടെ 5-അംഗ പോലീസ് സംഘം വീട് കയറി ആക്രമിച്ചതായി ആരോപണം. വീട്ടിലുള്ള എല്ലാവരെയും ക്രൂരമായി മർദ്ദിച്ചെന്നും 17 വയസ്സുള്ള പെൺകുട്ടിയുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ചും ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി ഒടിച്ചും പോലീസിന്റെ ക്രൂര പീഡനമേറ്റതായി പരാതി. വീട്ടിന്റെ താഴെ ഒരു വണ്ടി പോലീസും ഒരു ഗുണ്ട ആൾക്കാരും വന്നിട്ട് കാക്കച്ചിയെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. വിളിയായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓടി താഴെ ചെന്ന് ഇറങ്ങുമ്പോൾ തലയൊക്കെ പൊട്ടി ചോര വരുന്നു. എന്നിട്ട് വീണ്ടും അടിക്കുകയാണ്. ഞങ്ങൾ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് പോലീസ് താഴെ തള്ളിയിട്ട് എൻ്റെ കാലിൽ ചവിട്ടി. എന്നിട്ട് ആ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അവർ കാറിൽ കയറ്റി ഡോറ് തുറന്നു കൊടുക്കുന്ന അടിച്ച ആൾക്ക് അൽഹാജ നിസാറിന്. പിന്നെ അൽഹാജ നിസാർ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എല്ലാവരും ഉണ്ടായിരുന്നു ആ കാറിൽ. വന്ന് എൻ്റെ കാക്കച്ചി അടിച്ച് എൻ്റെ വാപ്പച്ചി പിടിച്ചു മാറ്റാൻ ചെന്ന് എൻ്റെ വാപ്പച്ചിയുടെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് വയറ്റില്ല അടിച്ച് ചവിട്ടി ലാത്തിക്ക് എൻ്റെ കാക്കച്ചിയുടെ മുതുവത്തിടിച്ച്. എന്നിട്ട് വെട്ടുകൊണ്ട് കാക്കച്ചിയുടെ തലേന്ന് ബ്ലഡ് വന്നിട്ടും ലാത്തിക്ക് അടിച്ച് മാറ്റിയായിരുന്നു. SIയുടെ പറഞ്ഞിട്ട് പോലും നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കില്ല. അവര് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. എൻ്റെ കാക്കച്ചി എൻ്റെ എല്ലാ കാക്കച്ചിമാരെയും അങ്ങേർക്ക് കൊല്ലണം. അൽഹാജ നിസാർ നമ്മളെ കുടുംബത്തിനെ എല്ലാവരെയും നശിപ്പിക്കും. എൻ്റെ കാല് ചവിട്ടി എൻ്റെ കാക്കച്ചിമാരെ എല്ലാവരും ഉപദ്രവിച്ചു. ഞങ്ങൾക്ക് സുരക്ഷിതത്വം തരാനാണ് പോലീസ് ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ള പോലീസുകാർ ഞങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? എൻ്റെ സഹോദരനെ അടിച്ചു, എൻ്റെ കുടുംബം എല്ലാവരെയും തകർക്കും, അവര് എല്ലാവരെയും കൊല്ലും അവര്. നഗരൂരിൽ വലിയക്കാട് പ്രദേശത്തെ ഒരു വീട്ടിലെ എല്ലാവരെയും പോലീസ് സംഘം ചേർന്ന് മർദ്ദിച്ചെന്നാണ് ആരോപണം. സംഭവം തുടങ്ങുന്നത് 2 ആഴ്ച മുമ്പ് ആലങ്കോട് SBI ATM കൗണ്ടറിൽ വെച്ചാണ്. 2 ആഴ്ച മുമ്പ് ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ആലങ്കോട് SBI ATM കൗണ്ടറിൽ നിൽക്കുകയായിരുന്ന നഗരൂർ സ്വദേശിയായ മുഹമ്മദ് ആഷിഖിനെ ആറ്റിങ്ങലിലെ പ്രമുഖ വ്യാപാരിയുടെ മകൻ മർദ്ദിക്കാൻ എത്തുകയും തുടർന്ന് ആഷിഖിന്റെ കയ്യിലിരുന്ന ബൈക്കിന്റെ താക്കോൽ കൊണ്ട് മറ്റേയാളുടെ മുഖത്ത് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ബാംഗ്ലൂരിൽ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന മുഹമ്മദ് ആഷിഖ് അന്നു തന്നെ ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ പ്രശ്നങ്ങൾ തുടങ്ങിവെച്ച വ്യാപാരിയുടെ മകന്റെ മുഖത്തെ മുറിവ് കാണിച്ചുകൊണ്ട് മുഹമ്മദ് ആഷിഖിനെതിരെ അവർ ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഇന്ന് വൈകുന്നേരം നഗരൂർ SI ജയനും 4 പോലീസുകാരും മുഖത്ത് മുറിവേറ്റയാളുടെ അച്ഛനും 6 പേരും ചേർന്ന് മുഹമ്മദ് ആഷിഖിന്റെ വീട്ടിലെത്തി ആഷിഖിനെ തിരക്കിയിരുന്നു. എന്നാൽ ആഷിഖ് ഇവിടെ ഇല്ലെന്നും ബാംഗ്ലൂരിൽ ആണെന്നും വീട്ടുകാർ അറിയിച്ചു. ആഷിഖിന്റെ സഹോദരങ്ങളായ യാസർ റാഹത്തിനും റമീസ് രാജയ്ക്കും സഹോദരി കൈഫയ്ക്കും ആഷിഖിന്റെ പിതാവ് അബ്ദുൽ കലാമിനെയും 7-അംഗ സംഘവും പോലീസും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. ഞാൻ എന്റെ മോന്റെ വിളി കേട്ടോണ്ടാണ് ഓടി ഇറങ്ങുന്നത്. സത്യത്തിൽ ഈ പോലീസുകാർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം ഇത്രയും നികിഷ്ടമായ എൻ്റെ ജീവിതത്തിൽ 50 വയസ്സിനിടയിൽ ഞാൻ ആദ്യമായിട്ട് കാണണം. ഈ മനുഷ്യൻ ഇതിനു മുമ്പ് ഞങ്ങളെ ആറ്റെങ്കിലും ഒരു പോലീസ് കേസിൽ 10,000 രൂപ കൈക്കൂലി മേടിച്ചിട്ടുള്ളവനാണ് ഈ SI ഈ ജയൻ. നഗരൂർ SI ജയൻ 17 വയസ്സും മാത്രം പ്രായമുള്ള കൈഫ എന്ന പെൺകുട്ടിയുടെ തലമുടിയിൽ കുത്തിപ്പിടിക്കുകയും ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി ഒടിക്കുകയും ചെയ്തെന്ന് പറയുന്നു. പിടിച്ചു വെച്ചു കൊടുത്ത് വേറൊരു പോലീസുകാരൻ അവന്റെ താക്കോലമെടുത്ത് മാറ്റി വെച്ചേക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഉപദ്രവിക്കും. ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ എൻ്റെ കൊച്ചിനെ കൂടെ നിന്ന് അടിച്ച് ഉപദ്രവിച്ചിട്ട് നിങ്ങളെ കാറിൽ കൊണ്ടുപോകാനല്ലേ നിങ്ങളിത് ശ്രമിക്കാവുള്ളൂ. അതിന് നിങ്ങൾ ഇങ്ങനെ എന്നെ ഉപദ്രവിക്കണേതിന് നീ ആരുടെ അതൊക്കെ പറയാനെന്നും പറഞ്ഞിട്ട് അയാൾ എന്തെല്ലാം അസഭ്യങ്ങൾ പറഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും നികിഷ്ടമായി. എനിക്ക് വേറൊന്നുമല്ല, എൻ്റെ ഈ കൊച്ചിന് പ്രായപൂർത്തിയാവാത്ത എൻ്റെ മോള എൻ്റെ കണ്ണും നമ്പയിട്ട് ആ SI ജയൻ ഇങ്ങനെ മുടി കൊണ്ടൊക്കെ കറക്കി പിടിച്ച് ഓടി വീട്ടിൽ കയറി നീ എന്തിനിവിടെ ഇറങ്ങി വന്നെന്നും പറഞ്ഞ് ഈ കൊച്ചിന് കാലിലൊരൊറ്റ ചവിട്ട്. ഇതൊക്കെ മനുഷ്യരാരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണ്? ഒരു പോലീസ് ചെയ്യാൻ പാടുള്ളതാണ് ഇത്രയും നികിഷ്ടമായി. മാത്രവുമല്ല, റമീസ് രാജയുടെയും യാസർ റാഹത്തിന്റെയും തലക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. പോലീസിന്റെ മേൽനോട്ടത്തിൽ പണത്തിന്റെ കൊഴുപ്പ് കാണിച്ച അക്രമികൾക്ക് പോലീസ് സംരക്ഷണം നൽകിയെന്നാണ് ആരോപണം. കൂടാതെ പോലീസും അവരോടൊപ്പം ചേർന്ന് തങ്ങളെ മർദ്ദിച്ചെന്നും പറയുന്നു. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുടുംബത്തിലെ 4 പേരെയും വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി.
കാലിന് പൊട്ടലേറ്റ 17-കാരിയുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പുതിയ വിവരം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. Kavita Gold and Diamonds, Valancheri, Ottapalam, Cherupalasheri, Pollachi. Celebration begins here.